അസ്തഗ്ഫിറുല്ലാഹൽ അദീം. രാവിലെ ആയാൽ മോനെയും കൂട്ടി കെട്ടിയോള് ഉടുത്തൊരുങ്ങി നാട് മൊത്തം ചുറ്റല പരിപാടി. കുടുംബത്തെ നോക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ചുറ്റിക്കറങ്ങുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. എത്ര സന്തോഷത്തോട് പോയ കുടുംബമാണെന്നറിയാം. ഒരു മുടിഞ്ഞവൾ ഇവിടെ വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ സംഭവം എന്നല്ലേ? ഇതുപോലെ തസ്ബീഹ് മാല തൂക്കി നടക്കുന്ന ചില ആളുകളെ കുറിച്ച് പറയാണ്. ഞാൻ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ റൂമിന്റെ വാതിക്കൽ ഒരു ഭാര്യയും ഭർത്താവും നിൽക്കുകയാണ്. എൻ്റെ പരിചയത്തിലുള്ളവർ തന്നെയാണ്. രണ്ടാളും മിഴി നിറഞ്ഞ് എൻ്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞ ഓരോ കഥകൾ കേൾക്കുമ്പോഴേ അത്ഭുതം വരികയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ ഉമ്മാക്ക് ഒരേ ഒരു വാശി, ഇവളെ ഒഴിവാക്കണം. ഇവളെ ഒഴിവാക്കി കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഉമ്മാക്ക് സന്തോഷമാകുമെന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ 2 കൊല്ലം മുമ്പ് മറ്റൊരു പെണ്ണിനെ ഒഴിവാക്കിയിരുന്നു. അന്നും ഉമ്മ പറഞ്ഞത് ആ പെൺകുട്ടി ഒഴിവാക്കലോടുകൂടി കുടുംബത്തിന്റെ എല്ലാ പ്രശ്നം അവസാനിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പെൺകുട്ടീനെ കൂടെ ഒഴിവാക്കാം. ഇനി ഞാൻ ഈ മഹലിൽ തന്നെ ഉണ്ടെങ്കിൽ 2-3 കൊല്ലം കഴിയുമ്പോൾ പുതിയ പെണ്ണുമായിട്ട് വരും. ഇവളെയും കൂടെ ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ വീട് സമാധാനത്തിൽ പോകുന്ന പറഞ്ഞു. ഈ ഉമ്മാനെ എനിക്കറിയാം. അവരിപ്പം നിലവിൽ 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം കൂടി ഉംറക്ക് പോയിട്ട് വന്നേ, മൊത്തം 7 ഉംറയും ചെയ്തിട്ടുണ്ട്. ഹജ്ജ് ഉംറയൊക്കെ നന്നായിട്ട് ചെയ്ത ആളാ. എപ്പോഴും കയ്യിൽ സദാസമയം തസ്ബീഹ് ഉണ്ടാകും, ദിക്റും സ്വലാത്തും ദുആ മജ്‌ലിസും വഅദിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ വീട്ടിൽ വരുന്ന പെൺകുട്ടികൾ ഒരു നിലക്കും പൊറുപ്പിക്കൂല. എൻ്റെ വീഡിയോ ഒരുപക്ഷെ ഈ ഉമ്മ കൂടി കാണുകയാണ്, അല്ലെങ്കിൽ ഉമ്മമാര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് മരുമക്കളെ സഹിക്കാൻ കഴിയത്തില്ല എങ്കിൽ, നിങ്ങളുടെ മക്കൾ സ്വന്തം പെൺമക്കളല്ലാത്ത ഒരു പെൺമക്കളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലെങ്കിൽ, നിങ്ങളുടെ മക്കളെ വലിയ ചൂരൽക്കൊട്ട ഉണ്ടാവും. അത് മേടിച്ചിട്ട് ആൺമക്കളെ അതിൻ്റെ അടിയിലോട്ട് കയറ്റുക. എന്നിട്ട് 4 കോഴിമുട്ട അതിൻ്റെ അടി വെച്ച് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ വിരിയും. അപ്പോൾ അവർക്ക് പേരക്കുട്ടിയുടെ പ്രശ്നമൊന്നും വരത്തില്ല, ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും. അങ്ങനെ നിങ്ങൾ വളർത്തുക. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാരെ, നിങ്ങളുടെ ആൺമക്കളെ കൊണ്ട് നിങ്ങൾ പെണ്ണ് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ ഭാര്യനെ ഊട്ടിയിലും കൊണ്ടുപോകും, കൊടൈക്കനാലും കൊണ്ടുപോകും, മൂന്നാറും കൊണ്ടുപോകും, പാർക്കിലും കൊണ്ടുപോകും, ബീച്ചിലും കൊണ്ടുപോകും. ആ വരുന്ന പെൺകുട്ടിക്ക് വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടെന്നേ. 24 മണിക്കൂറും ഈ തുണിയെരുമ്പുക, അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുക, ഇത് മാത്രമാണ്. എന്താ ഇവർ പോലെ അടിമകൾ വല്ലതാണ്? അത് വീട്ടിലെ വാഷിംഗ് മെഷീന്. ഈ അടുക്കളയിലെ തീച്ചൂടിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിനിടയിൽ ഒരല്പം വിശ്രമവും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് പുറത്തു പോകുന്നത്. സത്യത്തിൽ ഈ പെൺകുട്ടി പറഞ്ഞിട്ടല്ല, നിങ്ങളുടെ പേരക്കുട്ടികളുണ്ടല്ലോ, അവരുടെ ആഗ്രഹത്തെ മാനിച്ചിട്ടാണ് ഈ പോകുന്നത്. കാരണം അവരുടെ കൂട്ടുകാരികളും ഒക്കെ ആയ അവരുടെ സൗഹൃദ വലയത്തിലുള്ളവരൊക്കെ പുറത്തു പോവുകയും വാപ്പമ്മമാരൊക്കെ ആയിട്ട് കളിച്ചിരിയും, അവര് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയി, അതുപോലെ തന്നെ അവര് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്നതൊക്കെ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ ചെറുകിടാങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി പോകുന്ന അവർ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പോന്ത ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. ഈ വന്നവന്റെ പ്രയാസം അത് തന്നെ. അവൻ ഒരേ ഒരു പ്രശ്നമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവളെയും കൊണ്ട് ഉടുത്തൊരുങ്ങി പുറത്തു പോകാൻ പാടില്ല. ഓളെ 24 മണിക്കൂർ വീട്ടിൽ തന്നെ ഇരുത്താം. ഞാനിങ്ങനെ ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടെടുത്തോളാൻ പറയാണ്. ഇത്തരം കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളുകൾ 2-3 ഹജ്ജ് ഉംറയൊക്കെ ചെയ്തവരാ, സാധാരണക്കാരല്ല. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇത്തരം കേസുകളിൽ അധികവും അത്യാവശ്യം തഹജ്ജുദും ദുഹായും ഹജ്ജ് ഉംറയൊക്കെ ഉള്ളവരാ. നിങ്ങൾ എന്തിനു വേണ്ടി അതൊക്കെ ചെയ്യുന്നത്? എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്ത് കൂലി കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞെന്താ, ഒരാൾ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ 4 പേരുടെ തൃപ്തി വേണം. 1 മാതാപിതാക്കളുടെ, 2ാമത്തെ ഗുരുനാഥന്റെ, 3ാമത്തെ അയൽവാസിയുടെ, 4ാമത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന തൃപ്തി ഉണ്ട്. അറിയോ? പ്രവർത്തന പരിചയം. നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ, ഒരു കുടുംബത്തിനിടയിൽ ജീവിക്കുമ്പം മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ദ്രോഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ തൃപ്തി ഇല്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ പടച്ച തമ്പുരാനും രക്ഷപ്പെടത്തില്ല. എന്ത് വലിയ ദിക്റും സ്വലാത്ത് നിങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞാൽ പടച്ചവന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ മുഫ്ലിസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അറിയോ? എല്ലാം നഷ്ടപ്പെട്ടവൻ, കണ്ടമാനം സുഹൃതങ്ങൾ ചെയ്തവനാണ്. പക്ഷേ അവന്റെ ജീവിതകാലത്ത് ഒരുപാട് മനുഷ്യരെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്, നാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ. അങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് വരുമ്പോൾ ഇതെല്ലാം പടച്ചവൻ തിരസ്കരിക്കും. അങ്ങനെ ഒന്നുമില്ലാത്തവനായി, നഷ്ടം സംഭവിച്ചവനായി, സ്വർഗത്തെ നിഷേധിക്കപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. അങ്ങനത്തെ മുഫ്ലിസ് ഉണ്ട്. ഇതിൽ സ്പീക്കറും സ്വലാത്തും ഒക്കെ ചെല്ലി നിങ്ങളെപ്പോലുള്ള ആളുകൾ കുടുങ്ങും. നിങ്ങളുടെ മരുമക്കളാന്ന് പറഞ്ഞ് നിങ്ങൾ വിദ്വേഷം കാണിച്ചിട്ട് കാര്യമില്ല. അവർ മനുഷ്യരാണ്, അവർക്ക് മനുഷ്യന്റെ പരിഗണന കൊടുക്കണം. അവരുടെ തൃപ്തിയും പൊരുത്തമില്ല നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുമെന്ന അങ്ങനെ ഒരു ഇസ്ലാം അല്ലാഹുവിന്റെ ഭൂമിയിലില്ല. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പരിഗണനയുണ്ട്. നിങ്ങൾ മാതാപിതാക്കളായതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ മഹത്വമുള്ളൂ നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടും മരുമക്കളോടും ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റാതെ ഞാൻ ബഹുമാനിക്കപ്പെടേണ്ടവരും ആദരിക്കപ്പെടേണ്ടവരുമാണ്, എല്ലാവരും എൻ്റെ അടിമകളായിക്കോളൂ, എന്നെ എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞു കടന്ന് ബഹുമാനിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവന്റെ തോളെ കയറണ്ട. ഇത് പുതിയ യുഗമാണ്. അല്പമൊക്കെ മര്യാദയാകാം. മര്യാദയായില്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ നന്നായിട്ട് മറുപടി പറയും, അത് സഹിക്കേണ്ടി വരും. മറുപടി ചിലപ്പോൾ നമുക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല.
അങ്ങോട്ട് കൊടുക്കുന്ന ബഹുമാനമാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ കുറഞ്ഞ കാലത്തെ ജീവിതമല്ലേ, കുറഞ്ഞ കാലത്തെ ജീവിതം, അത് ഈ പേരക്കുട്ടികളെയും മരുമക്കളും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷകൂടെ. ഈ ഇങ്ങനെ തസ്ബീഹ്മാലെടുത്ത് ബുറുബുറുബുറുബുറു ചെല്ലുന്നതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഇവരെയൊക്കെ ഉപദ്രവിക്കുന്നത്? ആ പാവങ്ങൾ, ഞാൻ താൽക്കാലികമായി ഒരു സമാശ്വാസവാക്ക് പറഞ്ഞ പാവങ്ങളെ പറഞ്ഞേച്ച് ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയാവും അറിയില്ല. ഏതായിരുന്നാലും എൻ്റെ വീഡിയോ എനിക്കറിയുന്ന ഉമ്മ തന്നെയാണ്. നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹു തആല ഹൃദയം തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ചില്ലെങ്കിൽ ഇനി ചിന്തിക്കാനൊരു അവസരം പടച്ചു തന്നെന്ന് വരില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.